ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെന്നുള്ളത് കണ്ണൂരാണ്. കണ്ണൂർ നമ്മളൊരു മൂവി ലൊക്കേഷൻ തേടി വന്നതാണ്. നമ്മുടെ അമൽ നീരദ് സാർ സംവിധാനം ചെയ്ത അൻവർ സിനിമയുടെ ലൊക്കേഷൻ. ഇവിടുത്തെ സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ടിൽ വെച്ചാണ് ആ ഒരു സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകാം. ഇപ്പോൾ സമയം ഒരു 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഓട്ടോ പിടിച്ച് കണ്ണൂർ ഫോർട്ടിന് അങ്ങോട്ട് പോവാണ്. സെൻറ്റ് ആഞ്ചലോസ് കോട്ട അറിയില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫോർട്ടിന് ഫ്രണ്ടിലെത്തി. ഇപ്പോൾ സമയം 7:05 ആയതുള്ളൂ. ഫോട്ടോ ഓപ്പൺ ആയിട്ടില്ല. 8 മണി മുതലാണ് ഫോട്ടോ ഓപ്പൺ ആകുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുള്ള കാഴ്ചകൾ കാണാം. ഫോർട്ടിനകത്ത് കയറാൻ പോകണം. ഇവിടെ കുറച്ച് സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അൻവർ സിനിമയിലെ ജയിലിലെ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു കോട്ടയ്ക്കുള്ളിലാണ്. കോട്ടയുടെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ ഡോറിൽ കൂടിയാണ് രാജുവിനകത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ജയിലിനകത്തെ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള അകത്താണ്. ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അവിടെ കുറച്ച് പീരങ്കികളൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാം. ഒരു ശബ്ദം കേട്ടില്ലേ? തിരമാല അടിക്കുന്ന സൗണ്ടാണ് കേട്ടത്. നമുക്ക് കടലിൻ്റെ വ്യൂ നോക്കാം. അടിപൊളി സൂപ്പർ വ്യൂ അല്ലേ? വ്യൂ എങ്ങനെ ഉണ്ട്? ഇടിലിനല്ലേ? ഒരു തിര കൂടി അടിക്കണം കേട്ടോ. പോർച്ചുഗീസുകാരനായിട്ടുള്ള ഫ്രാൻസിസ് ഡി അൽമേഡയാണ് ഈ കോട്ട നിർമ്മിച്ചത്. പിന്നീട് ഈ കോട്ട പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ഡച്ച് സൈന്യം പിടിച്ചെടുക്കുകയുണ്ടായി. കടലിൽ നിന്നുള്ള സൈന്യത്തിൻ്റെ ആക്രമണം തടയാൻ വേണ്ടിയാണ് ഇവിടെ ഈ പീരങ്കിയൊക്കെ വെച്ചിരിക്കുന്നത്. ആ പീരങ്കിയുടെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാമേ. കോട്ടയ്ക്ക് ചുറ്റും വെച്ചിരിക്കുന്ന പീരങ്കികളുണ്ടോ? 1, 2, 3, 4, 5 എണ്ണം ഉണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഡച്ച് സൈന്യം വന്ന് ഈ കടലിൽ നിന്ന് ഇങ്ങോട്ടായിരിക്കണം പോർച്ചുഗീസുകാരെ ആക്രമിച്ചത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കുതിരാലയം കാണാനാണ്. കുതിരാലയം പണ്ട് കുതിരകളെയൊക്കെ സജ്ജമാക്കി നിർത്തിയിരിക്കുന്ന ആ ഒരു സ്ഥലം ഈ കാണുന്നതാണ് കുതിരാലയം. ഇവിടുന്ന് കുറേ ഉണ്ട് അങ്ങോട്ട്. ഇത്ര ഏരിയയിലേ അന്ന് കുതിരപ്പട സജ്ജമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഇതിലേ കൂടിയാണ് നമ്മളിപ്പോൾ നടന്നിങ്ങ് വന്നത്. അപ്പോൾ കുതിരാലയത്തിൻ്റെ അകം കാണിച്ചു തരാമേ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് അൻവറിനകത്ത് ജയിലിൻ്റെ സീനൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത്. ജയറാമേട്ടൻ്റെ അമൃതം സിനിമയുണ്ടല്ലോ, അതിൻ്റെ അത് ഓ സൈനബ എന്ന് പറയുന്ന ആ ഒരു പാട്ടൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. ഇതങ്ങോട്ടൊന്ന് നടന്ന് നമുക്ക് കാണാം. ഈ ഒരു സ്ഥലത്തെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ട ഒരു ഹൊറർ ഫീലൊക്കെ തോന്നുമെങ്കിലും അടിപൊളിയായിട്ട് നമ്മളൊക്കെ ഇതിലും ഫീലിങ്ങാണ്. ഇതൊരു സെല്ലാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാരെ തടവി പാർപ്പിച്ചൊരു സ്ഥലമായിരിക്കണം. ഈ കാണുന്നതാണ് കേട്ടോ അൻവർ സിനിമയിലെ ജയില്.
ഇതിലെ ചുറ്റിക്കറങ്ങി നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസിന് അങ്ങോട്ട് തന്നെ തിരിച്ചു ചെല്ലാം. ഫോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് സമയമായി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അടുത്തിട്ട് ഒരു മരച്ചോട്ടിരിക്കുകയാണ്. ഇത് എന്തും മരമെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഈ ഒരു പൊക്കപ്രദേശത്ത് ഈ ഒരു മരം മാത്രമേ ഉള്ളൂ. ബാക്കി നല്ല ചെടികളൊക്കെ താഴേക്ക് നിൽപ്പുണ്ട്. പക്ഷേ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വെയിൽ സമയത്ത് വിശ്രമിക്കാൻ സത്യത്തിൽ ഈ മരച്ചോട് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരെ ഇപ്പോൾ ചെല്ലുന്ന ലൈറ്റ് ഹൗസിന് അങ്ങോട്ടാണ്. ഇവിടെ എന്തോ ശിലാലിഖിതം എഴുതി വെച്ചിട്ടുണ്ട്. പോർച്ചുഗീസിൽ എഴുതിയേക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. നമ്മൾ വന്നത് ആ കാണുന്ന ഡോറ് കണ്ടോ? ആ ഡോറിൽ ഇപ്പോൾ ഇതിലെ കറങ്ങി ഇങ്ങനെയാണ് കാണുന്നത്. അൻവർ സിനിമയിൽ രാജുവേട്ടനെ ജയിലിലേക്ക് കൊണ്ടുവരാൻ നേരത്ത് ജീപ്പിൽ വന്നിട്ട് ആ ഡോറിനെ ഇവിടെ നിർത്തിയിട്ട് രാജുവേട്ടനെ ഇതിലെ നടന്ന് കയറി പോകുന്ന ഒരു ഷോട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്ന് ഇവിടെ സ്റ്റെപ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഈ സംഭവം കാണാം. ലൈറ്റ് ഹൗസാണോ ഇത് വാച്ച് ടവറാണോ എന്നറിയാൻ മേലാത്ത. അപ്പോൾ ഈ ഒരു സംഭവം കാണാൻ അതിൻ്റെ അകത്ത് കുഞ്ഞൊരു മരം നിൽക്കുന്നുണ്ടോ? ഇത് കൊള്ളാം കേട്ടോ, നല്ല രസമായിട്ടുണ്ട്. മരുഭൂമിയിലൊക്കെ നിൽക്കുന്ന പോലെ. അതാണ് കേട്ടോ കോട്ടയുടെ എൻട്രൻസ്. നമ്മൾ രാവിലെ വന്ന് നിന്നത് ആ ഒരു സ്ഥലത്താണ്. ഗേറ്റ് തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നീട് സെക്യൂരിറ്റി വന്ന് ഗേറ്റ് തുറന്ന് നമ്മളകത്ത് കയറി. ടിക്കറ്റ് എടുക്കുന്നത് ഇപ്പുറത്താണ്. ഈ മതിൽ കാരണം അത് കാണാൻ പറ്റുന്നില്ല. ഇപ്പുറേ കൂടി കറങ്ങിയാൽ കാണാൻ പറ്റുമോ നോക്കാം. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ അത്, ടിക്കറ്റ് കൗണ്ടർ അത് നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. അൻവർ സിനിമയിൽ അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫോൺ ചെയ്യുന്ന സീൻ എടുത്തേക്കുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് കേട്ടോ. ആ ഒരു സീനിലെ അവരെല്ലാവരുടെയും കയ്യിൽ ഫോണിൻ്റെ ഓരോ പാർട്സ് ഉണ്ട്. ബാറ്ററി, കവറ്, സിമ്മ്, അതെല്ലാം ഓരോരുത്തരുടെ കയ്യിലായിരിക്കും. അതുകൊണ്ട് അവരെല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് അതെല്ലാം യോജിപ്പിച്ചിട്ടിരുന്ന് ഫോൺ ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. കൊപ്രാക്കളത്തിലെ തേങ്ങ ഇങ്ങനെ കൂടിക്കിടക്കത്തില്ലേ, അതുപോലെ ഒരു സാധനം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതെന്താണെന്ന് കാണിച്ചുതരാം. ഈ ഫോർട്ടിൽ ഖനനം ചെയ്തായിരുന്നു. അപ്പോൾ ഖനനം ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള പീരങ്കിയുടെ ഉണ്ടകളാണത്. നമ്മൾ ബാഹുബലി സിനിമയിലത് കണ്ടിട്ടുള്ളത്. അന്നത്തെ കാലഘട്ടത്തിലെ ആ പീരങ്കിക്കകത്തിട്ടിട്ട് ഈ ഉണ്ടയാണ് ട്രിഗർ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സെൻറ്റ് ആഞ്ചലസ് ഫോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വെളിയിലേക്ക് ഇറങ്ങിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്. അൻവർ സിനിമ ചിത്രീകരിച്ച ലൊക്കേഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.